നിരവധി മലയാള സിനിമകളുടെ പിന്നണിയിൽ അസോസിയേറ്റ് ആയിട്ടും സംവിധായകനായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള സംവിധായകനാണ് ശ്രീകണ്ഠൻ വെഞ്ഞാറമൂട്. ഇപ്പോഴത്തെ മാസ്റ്റർ ബിന്നിന് നൽകിയ അഭിമുഖത്തിൽ നടൻ മുരളിയെക്കുറിച്ചും സിനിമാ സ്റ്റൈലിൽ നിന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും പങ്കുവെക്കുകയാണ് അദ്ദേഹം. ആയിരം നാവുള്ള അനന്തൻ്റെ സെറ്റിൽ വെച്ച് മുരളിയുടെ വാശിയും ദേഷ്യവും കാരണം ഷൂട്ടിംഗ് പോലും നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി എന്ന് പറയുന്നു. ആയിരം നാവുള്ള അനന്തൻ സമയത്ത് ഒരു പ്രശ്നമുണ്ടായി. സ്വാഭാവികമായി എല്ലാവരും ഇമ്പോർട്ടൻസ് കൂടുതലും മമ്മൂക്കയ്ക്ക് ആയിരിക്കുമല്ലോ കൊടുക്കുക. ലോകത്ത് എവിടെയാണെങ്കിലും വിജയിക്കുന്നവർക്കൊപ്പമാകും സമൂഹം. പരാജയപ്പെട്ടവരെ ആരും ശ്രദ്ധിക്കില്ല. ആയിരം നാവുള്ള അനന്തൻ സെറ്റിൽ മമ്മൂക്കയായിരുന്നു ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ മുരളിച്ചേട്ടൻ കേട്ടില്ല. ഉറക്കെ പറഞ്ഞൂടെ ജോർജ് എന്ന് മുരളിച്ചേട്ടൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്ന് മുരളിയേട്ടൻ കേൾക്കാത്തതെന്ന് ജോർജും. ചെറിയൊരു ക്ലാഷ് വലിയ പ്രശ്നമായി. ഷൂട്ടിംഗ് പോലും നിർത്തിവെച്ചു. മുരളിയേട്ടൻ ഭയങ്കരമായി ചൂടായി. ജോർജിനെ മാറ്റാതെ അഭിനയിക്കില്ലെന്നും പറഞ്ഞു. അതിനിടയിൽ മമ്മൂക്ക ഇടപെട്ടു. അത് വിടൂ എന്ന് പറഞ്ഞ് മുരളിയേട്ടനെ സോപ്പിട്ട് സമാധാനിപ്പിക്കാൻ നോക്കി. അന്ന് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ജോർജ്. പിന്നെ പ്രശ്നം പരിഹരിക്കുന്ന ഭാഗമായി ജോർജിനെ മാറ്റി. പിന്നെ ഞാനായിരുന്നു ഡയലോഗ് പ്രൊമോട്ട് ചെയ്തു കൊടുത്തത്. മുരളിയേട്ടൻ ശുദ്ധനാണ്. പക്ഷേ അന്ന് കാണിച്ച വാശി ബാലിശമായിരുന്നു. നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു. മമ്മൂക്കയും മുരളിയേട്ടനും തമ്മിൽ മത്സരം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ മനസ്സിൽ ഉണ്ടായിരുന്നേക്കാം. നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. മുരളിയേട്ടന് വിട്ടുവീഴ്ച മനോഭാവമില്ല. ഒരു താരത്തിനോടും പേടിയില്ലാതെ ഇടപെടേണ്ട സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. മിസ്റ്റർ ബ്രഹ്മചാരിയുടെ സെറ്റും അടിപൊളിയായിരുന്നു. ആ സിനിമയുടെ സെറ്റിൽ ലാലേട്ടനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവിന് അപകടം സംഭവിക്കുന്നത്. തലയടിച്ച് വീണാണ്. 2 ദിവസം അവധി തരണമെന്ന് എന്നെ വിളിച്ചാണ് ലാലേട്ടൻ പറഞ്ഞത്. റീചാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത്രത്തോളം വലിയൊരു നടന് അങ്ങനെ ചോദിക്കണമെന്ന് ഓർക്കണം. നേരിട്ട് പ്രൊഡ്യൂസറെ വിളിച്ച് ചോദിച്ചാൽ മതി അദ്ദേഹത്തിന്.